ഇടിക്കൂ. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. നമ്മളിപ്പോൾ പഴശ്ശി ഡാമിൽ വന്നിട്ടാണുള്ളത്. നമ്മളെ നാട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം. എഴുതനുണ്ട്, എഴുതൻ പിണങ്ങിയിട്ട് അവിടെ പോയി നിൽക്കില്ല. 2 കാലം മാത്രം കണ്ട അങ്ങ് ദൂരെ. ഇതെങ്ങോട്ട് വാ, ഇതെന്നെല്ലാവരും കണ്ട് ഇതിനകത്ത് ഒളിച്ച് കണ്ട. അതിൻ്റെ കാല് താഴെ കാണുന്നുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുയിലൂർ എന്ന പ്രദേശത്ത് വളവട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട്. കുയിലൂർ എന്ന പ്രദേശത്ത് ഉള്ളതിനാൽ കുയിലൂർ അണക്കെട്ട് എന്നും ഇതിന് പേരുണ്ട്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി പഴശ്ശി ജലസേചന പദ്ധതി എന്ന നിലയിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചിരുന്നത്. കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും കൂടാതെ മാഹി പ്രദേശത്തേക്കും കാർഷിക ആവശ്യത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ അണക്കെട്ടിൽ നിന്നും കൃഷി ആവശ്യത്തിന് ജലം നൽകുന്ന കാര്യത്തിൽ വൻ പരാജയമായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ ഇത് കുടിവെള്ളം ശേഖരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും മാത്രമായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പണിത ജലസേചന കനാലുകൾ പലതിലൂടെയും ഒരിക്കൽ പോലും ജലമൊഴുകിയിരുന്നില്ല. കുടക് മലകളിൽ നിന്നും വയനാടൻ കാടുകളിൽ നിന്നും ഒഴുകി വരുന്ന വളവട്ടണം പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട്. ശരി. 2012 ആഗസ്റ്റ് മാസത്തിൽ ശക്തമായ മഴക്കാലത്ത് അണക്കെട്ടിൻ്റെ ചീപ്പുകൾ തുറക്കാൻ താമസിച്ചതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരിട്ടി പട്ടണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കൂടാതെ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകും എന്ന ഘട്ടം വരെ എത്തുകയുണ്ടായി. പടിഞ്ഞാറ് ഭാഗത്തെ പൂന്തോട്ടങ്ങളും മറ്റ് നിർമ്മിതികളും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തകർന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേലെ കയറുന്നിട്ട് അവിടെ പിണങ്ങി നിൽക്കലാണ്. അവിടെ നമ്മൾ രണ്ടാളും ഞാൻ അടിക്കൊടുക്കും. ഇതാ ഇതിന് ഉപേ എന്താ വേണ്ടേ? എവിടെയുള്ള ആ ചേച്ചിമാരോട് തോക്ക് വാങ്ങി തരാം. ചേച്ചിമാരോട് പറ, തോക്ക് വാങ്ങി തരാം. എന്താ വേണ്ടത്? ഇതിനും അമ്മയെ കാർ ഓടിക്കാൻ പോവാണ്. അമ്മേനെ ഇരുത്തുന്നതാണ്. ഓപ്പോസിറ്റ് ഇരിക്കണേ സുബിജെ, അങ്ങോട്ട് തിരി. ആ തിരി തിരി. ഇടിക്കൂ ഇടിക്കൂ. ഇല്ല പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. നടക്ക ഇരിക്കാൻ പറ്റുവാ? എന്നാ അടുക്കട് ഒരു പേടിയായി പോവാ. പോവാ പോവാ പോവാ. പോവാ പോവാ.
എന്നാ വേണ്ട, ഒരു കൈ ഞാൻ ഒറ്റ ഓടിക്കാം. വില്ലക്കിരുന്നൂടെ? മോനെ കൂടെ അമ്മ എടുത്ത് പോകും. ഇങ്ങ് വാ, പുറത്തിറങ്ങിക്കോ. അച്ഛൻ ഓടിക്കുന്ന കണ്ടോ? ബ്രേക്ക് ഇല്ല അല്ലേ? കുഞ്ഞാ കൈയെടുക്ക്, കൈയെടുത്തോ. പല സ്ഥലങ്ങളിൽ ഈ വാഹനം കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് ആദ്യമായാണ് ഞാൻ ഓടിക്കുന്നത്. ഓടിക്കുന്ന നമ്മൾക്ക് ഇതൊരു ഭീകര സംഭവമാണെങ്കിലും പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ച തന്നെ. അച്ഛ കൊടുത്തോ? അച്ഛൻ എന്തിനാ അങ്ങോട്ട് പോയേ? എന്ത് ഐസ്ക്രീം വാങ്ങാൻ പോയിനാ? ഐസ്ക്രീം കിട്ടാത്തോണ്ടാ കൈ ധരിക്കുന്നത്? എന്താ കൊണ്ടുവരുന്നുണ്ടാ? അപ്പോൾ ഇതാണ് പഴശ്ശി ഡാം. 4 വർഷത്തിന് മുന്നേ നമ്മൾ വന്നതാണ്. അപ്പോൾ അന്നേരം ഉള്ളതിനേക്കാളും ഇത് ഒരുപാട് ഏരിയ ഇത് കൂട്ടിയിട്ടുണ്ട് അങ്ങോട്ട്, അങ്ങ് പുഴ വരെ. അത് നമ്മളൊരു ഏരിയ ഡാൻസ് എല്ലാം കളിച്ചിരിക്കുക. അപ്പോൾ നല്ല ഒരുപാട് ഏരിയ ഇതിന് കൂട്ടിയിട്ടുണ്ട്. നല്ല ഏത് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇത് മുറിഞ്ഞത്. സൈക്കിൾ അഭ്യാസം. ഒരു ലേശം തരുമോ? സാധനം ഇനി എന്താ വേണ്ടേ? മസാലയാ? എന്ത് മസാല? എന്താ വേണ്ടേ പറ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അത് മതിയാ? കറിയൊന്നുമില്ല. ഉച്ചക്ക എവിടെയുണ്ടാവില്ല ഉച്ചക്ക്? നമ്മളേ നെയ്ച്ചോറ് ഉണ്ടായിക്കൊണ്ടായിരുന്നു. നെയ്ച്ചോറ് തിന്നാ നമുക്ക്. ആ എന്നാ മോനെ പോടെ നമ്മൾ പോകാം. ആ എന്നാ ഓക്കെ. പണി അങ്ങനെ നമ്മൾ കാഴ്ചയെല്ലാം കണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഒരാൾക്കിടെ വെള്ളത്തിൽ ഇറങ്ങായിട്ടുള്ള പ്രശ്നം, വെള്ളത്തിൽ ഇറങ്ങാത്തന്നെ പ്രതിഷേധം. നടക്കുമോനെ. ഇതാ നമ്മൾ വേറെ സ്ഥലത്ത് പുഴയിൽ കുളിക്കാൻ പോകുന്നുണ്ടെന്ന്. ബാ പുഴയിൽ. ബാ പുഴയിൽ കുളിക്കാൻ പറഞ്ഞിട്ട് ഇതിനെയും കൂട്ടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. എന്തിനാ കരയുന്നേ? നമ്മൾ വെള്ളത്തിൽ ഇപ്പൊ പോവാലോ കേട്ടാ. സൂചി നമുക്ക് നേരം പുഴയിലേക്ക് പോവാ അല്ലേ? പുഴയിലേക്കൂടെ. പുഴയിലേക്ക് പോവാ കേട്ടാ. പോവാ. അപ്പൊ നമ്മള് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഏതിന് വിശന്ന് ഇവരല്ലാണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു ചിക്കൻ കറി വാങ്ങി. നല്ല ചൂടാണ്. ഏതിനു ഇനി എവിടത്തേക്ക് നമ്മള് പോന്നേ? പുഴയിൽ കുളിക്കാൻ അല്ലേ? ഓക്കെ. ഇത് നേരത്തെ ഇതിന് വിശന്ന ഇതിനാലും കുറച്ചേ കഴിച്ചുള്ളൂ അല്ലേ? ഇത് വളരെ കുറച്ചേ ഇന്ന് ഫുഡ് കഴിച്ചുള്ളൂ രാവിലെ. അപ്പൊ ഇനി നമ്മള് ഇവിടത്തേക്കാ പോന്നേ? ഇനി പുഴയിൽ ഇത് നേരത്തെ പുഴയിൽ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്.
അപ്പോൾ നമ്മളടുത്ത നേരെ പുഴയിലേക്ക്.